എല്ലാവർക്കും നമസ്കാരം. നളിനം ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡ് റീഡ് ചെയ്യുന്നത്. യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡ് റീഡ് ചെയ്യുന്നത്. Seven of Swords, Ten of Cups, Page of Wands, Ace of Swords and Two of Swords, King of Pentacles. Take one more card. Two of Cups. ഇതാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് 7 ഓഫ് വാൾസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിന്ന് ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗവൺമെൻറ് സംബന്ധമായ എന്തെങ്കിലും പേപ്പറുകളോ കാര്യങ്ങളോ ഒക്കെ ക്ലിയർ ചെയ്ത് കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട്, അതായത് വളരെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്ത് നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നടപ്പിലാകുന്ന ഒരു ദിവസമാണെന്ന്. ചില ആളുകൾ ഇന്ന് ട്രാവൽ ചെയ്യുന്നുണ്ടാവാം. ചില ആളുകൾക്ക് അതിൻ്റെ എല്ലാ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് പോകാനുള്ള പേപ്പറൊക്കെ റെഡിയായി കിട്ടുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇന്ന് നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങളത് തീരുമാനങ്ങൾ പെട്ടെന്ന് എടുത്താൽ അതിൻ്റെ റിസൾട്ടും അതിൻ്റെ അബണ്ടൻസും നമ്മളിലേക്ക് സ്പീഡിലെത്തും. അല്ല, നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് എത്തുന്ന എനർജിയും ലേറ്റ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടപ്പാക്കാൻ ഇന്ന് പറ്റും എന്നാണ് ഈ എനർജി പറയുന്നത്. അതുപോലെ 3 ഓഫ് വാൺസും വന്നിട്ടുണ്ട്. നിങ്ങൾക്കിന്ന് എന്ത് തീരുമാനം എടുത്താലും അതിന് യൂണിവേഴ്സിൻ്റെ 100% സപ്പോർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. എന്ത് തീരുമാനം എടുക്കുന്ന അതിന് യൂണിവേഴ്സ് 100% സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ പണം എന്ന ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അതിനെ ആത്മാർത്ഥമായിട്ട് പിന്തുടരുക. നിങ്ങളുടെ ഫോക്കസ് അതിന് മാത്രമായിരിക്കണം ഇന്നത്തെ ദിവസം. നിങ്ങൾ എന്ത് ലക്ഷ്യത്തിൽ വിചാരിക്കുന്നു ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റി കാത്തു നിൽക്കുന്നുണ്ട്. ആ വരുന്ന ഓപ്പർച്യൂണിറ്റി അത് എന്ത് തന്നെ ആയാലും അതൊരു യൂണിവേഴ്സ് തരുന്ന ഒരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ അതിനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക, അത് ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. 2 കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ചിലപ്പോൾ അതൊരു ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഒക്കെ മൂലം ഉണ്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആവാം. ചില ആൾക്കാർക്ക് ചില പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ചില ആൾക്കാർക്ക് ചില ലവ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇന്ന് യൂണിവേഴ്സ് കൊണ്ടുതരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ഭാവിയിൽ അത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ അത് ധൈര്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്തോളാനാണ് യൂണിവേഴ്സ് പറയുന്നത്. 10 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് ആ ഒരു എനർജിയിലിരിക്കുമ്പോൾ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് പറയുന്നത്. അതായത് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നു, ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം പോകുന്നു എന്നാണ് പറയുന്നത്. പല ആളുകൾക്കും വർക്കിൽ ബിസി ആയിട്ട് അവർക്ക് ഫാമിലി ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല. പക്ഷേ ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾക്കിന്ന് ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ, നിങ്ങൾ ഫാമിലീനെ സന്തോഷിപ്പിക്കാനും അവരായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടുള്ള സമയം കിട്ടുന്നുണ്ട്. അത് മാക്സിമം എൻജോയ് ചെയ്യാനാണ് പറയുന്നത്. നെക്സ്റ്റ് പേജ് ഓഫ് സോർട്സ് ആണ്. ഇന്ന് നിങ്ങൾ വളരെയധികം പ്രതീക്ഷകളും
പിന്നെ ആഗ്രഹങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വിദേശത്ത് ജോലിക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടും നല്ലൊരു മൈൻഡ് സെറ്റോടും കൂടി പോകുന്ന ആളുകളായിരിക്കാം. അവർക്ക് ഇന്ന് എല്ലാ സക്സസ്സും ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് ഏസ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിൽ വളരെ ശാന്തതയും സമാധാനവും നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. അതായത് ഇതൊരു സ്പിരിച്വൽ ഹാൻഡാണ്. നിങ്ങൾക്കിന്ന് യൂണിവേഴ്സിൻ്റെ ഒരു എല്ലാവിധ പ്രൊട്ടക്ഷനും ബ്ലെസ്സിങ്സും ഉണ്ടാവുന്നു. അതുകൊണ്ട് നിങ്ങൾ ആന്തരികമായി വളരെ ഹാപ്പി ആയിട്ട്, ഉള്ളിൽ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെയും ഇന്നിരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അടുത്തത് കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇന്ന് ധാരാളം പണം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതായത് പണത്തിൻ്റെ എനർജി ഇന്ന് കൂടുതലായിരിക്കും. മണി അബണ്ടൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ എനർജി വളരെ പോസിറ്റീവായിട്ടുള്ള എനർജികൾ അട്രാക്റ്റ് ചെയ്യാനും ആ ഒരു എനർജി നിങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക എന്നാണ് പറയുന്നത്. അതിന് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ട്. നമ്മുടെ ഭാഗത്തുനിന്നും കൂടി അതിനൊരു ശ്രമം ഉണ്ടായാൽ വളരെ നല്ലൊരു ദിവസമായിട്ട് ഇന്നിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റീഡിങ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പല ആൾക്കാരും എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇടുന്നുണ്ട്. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ തന്നെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ പോസിറ്റീവ് എനർജി നിലനിർത്താൻ ഇന്നത്തെ ദിവസം സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.